ഹലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരല്പം അവലൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വെള്ള അവലാണ്, തീരെ കനം കുറവുള്ള ഈ ഒരു അവലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇത് കഴുകിയെടുക്കാം. അവൽ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം റവയാണ്. നമ്മൾ അവലെടുക്കുന്നതിനേക്കാളും കൂടുതൽ അളവിൽ എപ്പോഴും റവ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ്നെസ് അധികമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ അവലും റവയും എടുത്തതിനേക്കാളും ഒരല്പം മുകളിലായിട്ട് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ അവലും റവയും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യമാണെങ്കിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം. ഇതിലുള്ള വെള്ളമൊന്നും മാറ്റേണ്ടതില്ല, ഈ ഒരു വെള്ളം തന്നെ നമുക്ക് മതിയാവും. ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിക്കൊന്ന് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതുകൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. കാരണം രണ്ടും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ തൈരാണ്. ഒരു 1.5 സ്പൂൺ അളവിലുള്ള തൈരാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. പുളിപ്പുള്ള തൈരുണ്ട് എന്നാണെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരല്പം എണ്ണ കൂടി ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചിലർക്ക് നെയ്യിൽ ചുട്ടെടുക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വെളിച്ചെണ്ണയിലായിരിക്കും. ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു തവി ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒരു ദോശയാക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ നമ്മളിത് രാത്രിയിലൊന്നും കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.